ഇവിടെ കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറയുമ്പോൾ കേരളത്തിൽ RSS, BJP, സംഘപരിവാർ വിഭാഗങ്ങൾ ഒരു ഭാഗത്തും, അവരുമായിട്ട് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന UDF, ഒപ്പം തന്നെ ജമായത്തെ ഇസ്ലാമി, SDPI, ലീഗ്, കോൺഗ്രസ്, പുതിയ കൂട്ടുകെട്ട്. ഇതാണ് ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. ഇത് തൽക്കാലത്തേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏതെങ്കിലും ഒരു സീറ്റ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സീറ്റിൽ SDPI ജയിച്ചത് കോൺഗ്രസ് ജയിച്ച സീറ്റാണ്. ഒരു പഞ്ചായത്തിലൊരു വാർഡാണ്, പക്ഷേ അതൊരു ടെസ്റ്റ് കേസാണ്. ആ ഒരു വാർഡിൽ UDF ജയിച്ച വാർഡാണ്. അവിടെ ഞങ്ങൾ കൃത്യമായ കണക്ക് പരിശോധിച്ച് നോക്കിയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 450-ലധികം വോട്ട് കിട്ടിയിട്ടാണ് ജയിച്ചത് കോൺഗ്രസ്, UDF. അവിടെ ഈ പ്രാവശ്യം ജയിച്ചത് SDPI ആണ്. കോൺഗ്രസ്സിന് 125 വോട്ടേ ഉള്ളൂ. 450 വോട്ട് കിട്ടി ജയിച്ച കോൺഗ്രസ്സിന് ഈ പ്രാവശ്യം 125 വോട്ട്. അവരുടെ 300-ലധികം വോട്ട് യഥാർത്ഥത്തിൽ കൊടുത്തത് SDPIക്ക്. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയും അത് 100-ലധികം വോട്ട് നമുക്കധികം കിട്ടി. എന്നിട്ട് തോറ്റു. ഞങ്ങൾ 2ാം സ്ഥാനത്തായി, കോൺഗ്രസ് 3ാം സ്ഥാനത്തായി. ഇപ്പോൾ ആസൂത്രിതമായ പ്ലാനിങ്ങാണ്. ശ്രീവരാഹം എന്ന് പറയുന്ന അവിടുത്തെ കോർപ്പറേഷനിലെ ഒരു വാർഡ്, ആ വാർഡിൽ കോൺഗ്രസിൻ്റെ വോട്ടൊന്നും ഇല്ല. കോൺഗ്രസിൻ്റെ വോട്ടിൽ നല്ലൊരു ഭാഗം വോട്ട് BJP കൊടുത്തിരിക്കുകയാണ്. കാരണം CPIM-നെ തോൽപ്പിക്കാൻ അവിടെ BJP ആണ് ജയിക്കേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടാണ്. എന്നിട്ടും ഞങ്ങളവിടെ ജയിച്ചു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇവർ ഇടതുപക്ഷത്തിനെതിരായിട്ട്, ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനെതിരായിട്ട്, മുന്നണിക്കെതിരായിട്ട് തിരഞ്ഞെടുപ്പ് പോലുള്ള ഘട്ടങ്ങളിൽ വരുന്നത് എന്ന് തൃശ്ശൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലായതാണ്. തൃശ്ശൂർ തിരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും കൃത്യമായിട്ട് പകൽ വെളിച്ചം പോലെ മനസ്സിലായി. 86,000 വോട്ട് കോൺഗ്രസ്സിന് കുറഞ്ഞു. ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെയുള്ള ആ വോട്ടിന് നല്ല ശതമാനം BJP കിട്ടിയപ്പോൾ 74,000 വോട്ടിന് BJP ജയിച്ചു. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനേക്കാൾ 16,288 വോട്ട് കൂടുതൽ കിട്ടി. ഞങ്ങൾ 2ാം സ്ഥാനത്തായി. കോൺഗ്രസ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ 86,000 വോട്ട് കുറഞ്ഞ് അവർ 3ാം സ്ഥാനത്തായി. മുരളി അവിടെ തോറ്റതിൻ്റെ അടിസ്ഥാനതാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി കമ്മീഷൻ വെച്ചു, പുറത്തു വിടുന്നില്ല. ഇവരെല്ലാം കൂടി ചേർന്നിട്ട് തന്നെയാണ് തോൽപ്പിച്ചതെന്ന് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയുന്നതാണ്. അതായത് കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ഒരു MPയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സംഭാവന നൽകിയിട്ടുള്ളത് കൃത്യമായിട്ട് കോൺഗ്രസ്സാണ്. നിയമനിയോജക മണ്ഡലത്തിൽ നിന്ന് രാജഗോപാലൻ മുമ്പ് മത്സരിച്ച് ജയിച്ചത് കോൺഗ്രസിൻ്റെ ചെലവിലാണ്. ആ കോൺഗ്രസിൻ്റെ ചെലവിൽ ജയിച്ചതിൻ്റെ വിജയമാണ് യഥാർത്ഥത്തിൽ നിയമസഭയിൽ ആദ്യം രാജഗോപാലിന് എത്താൻ സാധിച്ചത്. ഇപ്പോഴോ സുരേഷ് ഗോപിക്ക് പാർലമെൻറ്റിൽ എത്തിക്കാൻ എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചത് കോൺഗ്രസ് തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ നിലപാട്, UDF-ൻ്റെ ഈ സമീപനം, ഇതെല്ലാം ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ വർഗീയതക്കെതിരായി മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനതയെ ആകെ ചേർത്ത് നിർത്തി ഒരു ഫാസിസ്റ്റ് രീതിയിലേക്ക് രാജ്യത്തെ നയിക്കാതിരിക്കണമെങ്കിൽ അതിൻ്റെ പ്രവണതയെ മനസ്സിലാക്കി പ്രതിരോധിക്കാനാവണം എന്നാണ് കേരളത്തിലെ പാർട്ടിയും കൃത്യമായിട്ട് കാണുന്നത്. ഇപ്പോൾ ജാതീയതയും വർഗീയതയും ഇപ്പോൾ UDF തന്നെ ഉപയോഗിക്കുകയാണ് പൂർണ്ണമായിട്ട്. അതാണ് SDPIയുടെയും അതുപോലെ തന്നെ തീവ്രവാദ വിഭാഗങ്ങളെയും അതുപോലെ മത രാഷ്ട്ര സിദ്ധാന്തവാദികളെയും പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയാണ്. പറ്റാവുന്ന സ്ഥലത്തെല്ലാം RSSനെയും അവർ കൂട്ടിച്ചേർക്കുകയാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. പിന്നെ ചരിത്രത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെയും എല്ലാ തലങ്ങളിൽ വിഷം കലർത്തുന്ന രീതിയിലുള്ള സംഘപരിവാർ വിഭാഗത്തിൻ്റെ പ്രചാരവേല, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്കറിയുന്നത് പോലെ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഭരണഘടന വേണം. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP മുമ്പോട്ടേക്ക് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതായിരുന്നു. ഞങ്ങൾ 430 സീറ്റ് വാങ്ങി ഭരണഘടനയെ ഭേദഗതി ചെയ്ത് 2025-ൽ RSSൻ്റെ 100ാം വാർഷികത്തിന് ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കും എന്നായിരുന്നു അവരുടെ ധാരണ. അതിനെ പ്രതിരോധിക്കാൻ 23ാം പാർട്ടി കോൺഗ്രസിൽ CPIM എടുത്ത നിലപാട് കൃത്യമായിട്ട് ഉതകി എന്നുള്ളത് ഇപ്പോഴും സത്യമാണ്. ഞങ്ങൾക്ക് കേരളത്തിൽ പരിമിതി ഉണ്ടായി പാർലമെൻറ്റിൽ സീറ്റ് ജയിക്കുന്നതിൽ എന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഒറ്റയ്ക്ക് 430 സീറ്റും വാങ്ങി ഇന്നത്തെ ഭരണഘടന പൂർണ്ണമായിട്ടും മാറ്റി അതിനു പകരം ഭരണഘടന ഇങ്ങനെയും മാറ്റാനുള്ള ഭൂരിപക്ഷം നേടി, എന്നിട്ട് ഹിന്ദുത്വ രാജ്യപ്രഖ്യാപനം നടത്താൻ
മതരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാൻ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു. ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ചില സംസ്ഥാനങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഏക സിവിൽ കോഡിൻ്റെ കാര്യം വന്നു. പള്ളിയുള്ള സ്ഥലത്തെല്ലാം അതിൻ്റെ അടിയിൽ അമ്പലമുണ്ട് എന്നുള്ള പ്രചാരവേല വന്നു. അതടിസ്ഥാനപ്പെടുത്തിയിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചില കോടതികൾ ശക്തിയായ ഇടപെടൽ നടത്തുന്ന കാര്യം വന്നു. ഇങ്ങനെയെല്ലാമുള്ള ധ്രുവീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അവരാഗ്രഹിച്ചത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി, അതാണ് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഊന്നിയ ഒരു ഭരണഘടന ഞങ്ങൾ ഉണ്ടാക്കും എന്നാണ് അവർ പറഞ്ഞത്. RSSൻ്റെ മുദ്രാവാക്യതാണ്. ഏതായാലും 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷം തന്നെ കിട്ടിയില്ല. അത് ഇന്ത്യ ബ്ലോക്കിൻ്റെ രൂപീകരണം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഫലപ്രദമായ രീതിയിലായില്ലെങ്കിലും ഒരു പരിധിവരെ ഒരു ശരിയായ രീതിയിൽ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, 2% വോട്ടിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഭരണത്തിൽ നിന്ന് ഇന്ത്യ മുന്നണിക്ക് പുറത്തു പോകേണ്ടി വന്നതുകൊണ്ട് 2% വോട്ടിൻ്റെ കുറവാണ്. അതുപോലെ 38 MP കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നു. പക്ഷേ അതിന് ശേഷവും കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ്. അതാണിപ്പോൾ ഡൽഹി കണ്ടത്. അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടത് അതാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗൗരവപരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നതിൽ ഗുരുതരമായ വീഴ്ച പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പോലും കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ള പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നതിന് പകരം അതിനേക്കാളും പ്രധാനപ്പെട്ട നേതാവായിട്ട് വാഴ്ത്തപ്പെടുന്നത് സവാർക്കർ ഉൾപ്പെടെയുള്ളവരെയാണ്. ചരിത്രം മാറ്റുകയാണ്. മഹാത്മാഗാന്ധി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി ഉൾപ്പെടെ ചേർത്തിട്ട് ചോദിക്കുന്ന ചോദ്യം. മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തിന്? ഇമാതിരി ചോദ്യം ചോദിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലയിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ ചരിത്രം എങ്ങനെ രേഖപ്പെടുത്തുന്നു, പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രവർത്തനത്തിലും BJP ഇല്ല. അപ്പോൾ ഒന്നും അവകാശപ്പെടാനുമില്ല. അപ്പോൾ ഈ രീതിയിലുള്ള തെറ്റായ വാർത്തകൾ സൃഷ്ടിച്ച് തെറ്റായ ആശയങ്ങൾ രൂപപ്പെടുത്തി ചരിത്രത്തെ വ്യാഖ്യാനിക്കാനും ചരിത്രത്തെ പുതിയ തലത്തിൽ എഴുതാനുമാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയ ശക്തിയുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണത് എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ തലങ്ങളിലുമുള്ള ചരിത്രത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെയും എല്ലാ തലങ്ങളിലുമുള്ള വർഗീയവൽക്കരണത്തെ ശക്തിയായിട്ട് നമുക്ക് എതിർക്കാൻ സാധിക്കണം. ഈ സമ്മേളനം ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വർഗ ബഹുജന സംഘടനകളുടെ സംഘടനാപരമായ പ്രവർത്തനത്തിൽ CPIMൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രവർത്തകർ എങ്ങനെയാണ് സജീവമായി ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകേണ്ടത് എന്നുള്ള കാര്യമാണ്. വർഗബഹുജന സംഘടനകളല്ല, വർഗബഹുജന സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന പാർട്ടി സഖാക്കൾ ഉൾപ്പെടെയുള്ള പാർട്ടി മെമ്പർമാരുൾപ്പെടെയുള്ളവർ എങ്ങനെ സജീവമായി രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഇന്നിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് പോലും വലിയ രീതിയിലുള്ള അക്രമവാസന. അത് മയക്ക് മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ മയക്ക് മരുന്നിൻ്റെ ലഹരിയുടെ വലിയ രീതിയിലുള്ള വിപണനം ഉപഭോഗം ലോകത്താകെ നടക്കുക. അത് കേരളത്തിലും സജീവമായിട്ട് വരുന്നു എന്നുള്ളതാണ് സമീപ ദിവസങ്ങളിൽ വന്ന ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും കക്ഷി രാഷ്ട്രീയത്തിലതീതമായി എല്ലാ വിഭാഗം ജനങ്ങളുമായി ചേർന്ന് ഈ വിപത്തിനെതിരായിട്ടുള്ള ഈ ലഹരി ഉപയോഗിക്കുന്ന പ്രത്യേകിച്ചിട്ട് ഈ പുതിയ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ലഹരി ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന അക്രമവാസനയെയും അതിൻ്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ജനകീയമായൊരു മുന്നേറ്റം കേരളത്തിൽ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും വിദ്യാലയങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ ഗൗരവപൂർവ്വം തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ കുറേ കാലമായിട്ട് ഉണ്ടായിരുന്നില്ല വേണ്ടത്ര റാഗിങ് ഉൾപ്പെടെയുള്ള കാര്യം. ആ കാര്യത്തിലും ഫലപ്രദമായ ഇടപെടൽ നടത്താൻ ഒരു ജനകീയ പ്രസ്ഥാനം രൂപപ്പെട്ട് വരണം. ഈ രണ്ടും ചേർത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്. വളരെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം കേരളീയ സമൂഹത്തെ സ്ത്രീ സൗഹൃദ നാടാക്കി രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് സജീവമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേക വകുപ്പ് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനിനിയും
ബഹുദൂരം മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്, മുന്നോട്ടേക്ക് പോകാനാവണം എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നവകേരളത്തിനായുള്ള പുതുവഴികൾ എന്നുള്ള ഒരു രേഖ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രവർത്തന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് പുറമെ ഈ രേഖ വെച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ രേഖ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചർച്ച ചെയ്തതിൻ്റെ ഒരു തുടർച്ചയാണ്. നവകേരള സൃഷ്ടിക്കുള്ള നിലപാടുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സമ്മേളനത്തിൽ സഖാവ് പിണറായി തന്നെ അവതരിപ്പിക്കുകയും സമ്മേളനം ചർച്ച ചെയ്ത് കൃത്യമായ രേഖ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ 3 കൊല്ലക്കാലത്തെ അതിൻ്റെ പ്രയോഗം എങ്ങനെ, എത്രത്തോളം നമ്മൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭൂതകാലവും അതിൻ്റെ വർത്തമാനവും അതിൻ്റെ ഭാവിയും, ഈ ത്രികാല ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി വളരെ ഗൗരവപൂർവം ഒരു രേഖ ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. കേരളത്തെ ഒരു പുതിയ നാടാക്കി, ഒരു പുതിയ നാടാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ താരതമ്യം ചെയ്യാനില്ലാത്ത ഒരു പുതിയ സംസ്ഥാനമാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളുമായിട്ട് കേരളത്തെ താരതമ്യം ചെയ്യാൻ സാധിക്കുന്നില്ല, ഇപ്പോഴേ അല്ല, മുമ്പുമല്ല. കാരണം അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിരിക്കും കേരളം. അത് നവംബർ 1-ാം തീയതി അത് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. 64,006 കുടുംബം ഉണ്ടായിരുന്നു അതിദരിദ്രരുടെ പട്ടികയിൽ, 0.5%. നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് 38% വരെ പട്ടിണി ഉണ്ടായിരുന്ന ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി കേരളത്തിൽ 0.5% മാത്രമേ ഉള്ളൂ. അവർ ആദ്യം പറയുമ്പോൾ 0.7%, പിന്നീട് വീണ്ടും നമ്മൾ ഇടപെട്ടപ്പോൾ 0.5%. അത് 0-യിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അത് ഈ നവംബർ 1-നെത്തും. അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യം അവസാനിപ്പിച്ച സംസ്ഥാനം കേരളമായിരിക്കും. പാർപ്പിട പ്രശ്നം, വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടൽ, ആരോഗ്യ മേഖലയിൽ ഇടപെടൽ, ഇതെല്ലാം കേരളം 1-ാം സ്ഥാനത്താണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിന് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് തരേണ്ടുന്ന വിഹിതം തരാതിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്കായിട്ടുണ്ട്, പിന്നെ എന്തിനാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളം മുന്നേറിപ്പോയി എന്നുള്ളത് വലിയ കുഴപ്പമായി പോയി എന്നാണ് കേന്ദ്രമന്ത്രി തന്നെ പറയുന്നത്. നിങ്ങൾക്ക് ദാരിദ്ര്യമെന്ന് പറ, എന്നാൽ ഞങ്ങൾക്ക് ആലോചിക്കാമെന്നാണ് ജോർജ് കുര്യൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കേരളം എന്നും ഒരു ദാരിദ്ര്യമുള്ള നാടാക്കി നിർത്താനാണ്. ഞങ്ങളതല്ല ഉദ്ദേശിക്കുന്നത്. പട്ടിണി പങ്കുവെക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അതല്ല ഞങ്ങളുടെ മുദ്രാവാക്യം. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തണം. അതിന് ഏറ്റവും അവസാനത്തെ ടെക്നോളജി ഉൾപ്പെടെ ഉപയോഗിച്ച്, അതാണ് ഞങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷൻ, 15,000 സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ ആശയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 15,000 അത് ലോക മാർക്കറ്റിൽ തന്നെ വലിയ അംഗീകാരമുള്ളതാണ്. അമേരിക്കയിൽ പോലും നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ മൂല്യമുണ്ട്. അപ്പോൾ അത് കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ മേഖലയിലും ഈ സ്റ്റാർട്ടപ്പ് മിഷൻ ഉൾപ്പെടെ ഉപയോഗിച്ച് മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് കഴിയണം. അതിൽ IT ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ സമൂഹത്തിൻ്റെ പൊതുവായ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ വികസനം. ഒരു കാലത്തും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ ഒഴിവാക്കി അവസാനിപ്പിച്ച UDFൻ്റെ കാലത്ത് ഇനി ഫയൽ മടക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കെട്ടി പോയിട്ടുള്ള നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട 66 നാഷണൽ ഹൈവേ ഇപ്പോൾ 66 NH പൂർത്തിയാകുമ്പോഴാണ്, അടുത്ത കൊല്ലാകുമ്പോഴേക്കത് പൂർത്തിയാകും. നിങ്ങളുടെ മുമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി ഗവൺമെൻറ് ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു അജണ്ട ഇല്ല. നിങ്ങൾ എന്താ ഉണ്ടായെന്നാലും ചിലർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ അതും കൂടി പറഞ്ഞതാണ്. ഗയൽ പദ്ധതി അവസാനിപ്പിച്ച് പോയതാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. ഈ ഗവൺമെൻറ് ഇല്ലായിരുന്നെങ്കിൽ അതുമില്ല. കൂടംകുളത്തു നിന്നുള്ള വൈദ്യുതി എത്തിക്കാനുള്ള ലൈൻ അതും അവസാനിപ്പിച്ച് പോയതാണ്. അത് അതിന് ശേഷമാണ് വന്നത്. ഇപ്പോൾ കിഫ്ബിയുടെ പിന്തുണയോടുകൂടി 2 മേഖലയിലും മലയോര ഹൈവേ, തീരദേശ ഹൈവേ ഏതാണ്ട് പണി നല്ലപോലെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 ഹൈവേയാണ്. അതിന് പുറമെ സംസ്ഥാന ഹൈവേ വേറെയുണ്ട്. വളരെ ഗൗരവതരമായ രീതിയിലുള്ള വികസന പ്രവർത്തനമാണ് യഥാർത്ഥം നടന്നുകൊണ്ടിരിക്കുന്നത്. പശ്ചാത്തല സൗകര്യ വികസനം, സ്കൂളുകളുടെ വികസനം, കിഫ്ബിയുടെ ഇടപെടൽ. 90,000 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിനുവേണ്ടി ഉപയോഗിച്ചത്. അത് കടമായിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ കണക്കിൽപ്പെടുത്തി കടം വാങ്ങാനുള്ള അവകാശം കുറക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 62 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക്, ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഇപ്പോൾ കൃത്യമായിട്ട് 1,600 രൂപ പ്രകാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വീഴ്ച ആദ്യം വന്നിരുന്നു, അത് പരിഹരിച്ചു. കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ഗവൺമെൻറ് അതിൻ്റെ പ്രയോറിറ്റി നിശ്ചയിച്ചു.
ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആദ്യത്തെ പരിഗണന, ആ പരിഗണന വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ 3 കൊല്ലക്കാലത്തെ നവകേരളത്തിന് വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങളും ഇനി അങ്ങോട്ട് നമ്മൾ എന്താണ് ഉന്നം വെക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു രേഖ എന്ന രീതിയിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് നമുക്ക് കേരളത്തിൽ ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ നമ്മുടെ മുന്നേറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുന്നതല്ല. നമ്മുടെ മുന്നേറ്റം യഥാർത്ഥത്തിൽ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ, അർദ്ധവികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് താരതമ്യം ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പറഞ്ഞു, സഖാവ് പിണറായി തന്നെ വ്യക്തമാക്കി, ഒരു 10-20 വർഷക്കാലം കൂടി മുമ്പോട്ടേക്ക് പോയാൽ ഈ പദ്ധതികളെല്ലാം നമ്മൾ ഈ പറഞ്ഞ പുതു വഴികളെല്ലാം കൃത്യമായിട്ട് മുമ്പോട്ടേക്ക് നയിക്കാനായാൽ തൊഴിലില്ലായ്മ പ്രശ്നം ഉൾപ്പെടെ ഇപ്പോഴും 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതി, സംരംഭ പ്രവർത്തനവും അതുപോലെ തന്നെ തൊഴിലും രണ്ടും ചേർന്നാൽ 20 ലക്ഷം ആൾക്ക് ജോലി കൊടുക്കും നമ്മൾ പറഞ്ഞത്. അത് ഏതാണ്ട് 10 ലക്ഷത്തിലധികം ആൾക്ക് ഇപ്പോൾ തന്നെ ജോലി കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള മാസം ഉപയോഗിച്ചിട്ട് നമുക്ക് തൊഴിലില്ലായ്മയുടെ ഭാഗമായിട്ടുള്ള 20 ലക്ഷം ആളുകൾക്കും തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു പുതിയ ചിത്രം വരും. അതാണ് അവസാനിക്കുന്നില്ല, തുടരണം. അങ്ങനെ തുടർന്ന് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 10-20 വർഷം കൊണ്ട് ഈ കേരളത്തെ 400 കൊല്ലക്കാലത്തെ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ വളർച്ചയാണ് ലോകത്തിൽ മുതലാളിത്ത സമൂഹത്തിനുള്ളത്. 1789 ഫ്രഞ്ച് വിപ്ലവം. അതിനുശേഷം നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ മതി. ജനാധിപത്യ വിപ്ലവങ്ങളാണ് അതെല്ലാം ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവമാണ്, സോഷ്യലിസ്റ്റ് വിപ്ലവമൊന്നുമല്ല. ആ മുതലാളിത്ത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന രാജ്യങ്ങളിലെ ഡെമോക്രാറ്റിക് സിസ്റ്റം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ വളർന്നു വന്നത്. ആ വളർച്ചയിൽ നിന്ന് അവർക്ക് അവിടെ ജനങ്ങൾക്ക് നേടാൻ സാധിച്ച അവരുടെ ജീവിത നിലവാരത്തിലേക്ക് ഇതേതാണ്ട് 1957 മുതൽ കൂട്ടിയാൽ മതി, EMSൻ്റെ ഗവൺമെൻറ് മുതൽ കൂട്ടിയാൽ മതി. വളരെ വിപുലമായ രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രക്രിയയിലേക്കുള്ള ഇടപെടൽ, ഉച്ചക്കഞ്ഞി കൊടുത്തുകൊണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവന്നത്, അതിനെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ഇന്നത്തെ 3ാമത്തെ തലമുറയാണ്. അന്ന് വിദ്യാഭ്യാസം നേടി 2ാമത്തെ തലമുറ വന്നു, 3ാമത്തെ തലമുറ അവരുടെ മക്കളാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് കേരളത്തിലെ മുഴുവൻ വീടുകളിലും അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കളാണുള്ളത്. ഇത് ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തുള്ളതല്ല. അതൊരു പ്രത്യേകതയാണ്. നമ്മൾ പലപ്പോഴും ആലോചിക്കും, എന്താ കേരളത്തിൻ്റെ പ്രത്യേകത? ലോകത്തെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു വർഗ്ഗമുണ്ട്, ഇപ്പോഴും ശക്തിയായിട്ടുള്ള വർഗ്ഗം. VMS പറഞ്ഞ ജാതി ജന്മിനാടുവാഴി വ്യവസ്ഥ. ഇവിടെ ഒരു വർഗ്ഗം ഇപ്പോൾ ഇല്ല കേരളത്തിൽ. ആ വർഗ്ഗം ഇല്ലാതായത് വെറുതെ ഇല്ലാതായതല്ല, അതാണ് ജന്മിത്വം. ജന്മി വർഗ്ഗം ഇല്ല ഇവിടെ. ഭൂപ്രഭുത്വത്തിൻ്റെ ചില ഭാഗങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്, ജന്മിത്വം ഇല്ല. ജന്മിത്വം അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിയമപരമായിട്ടും അതുപോലെ തന്നെ അതിശക്തിയായ പോരാട്ടങ്ങളിലൂടെയും നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ 5 സെൻറ്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി ഈ കേരളത്തിലെ 36 ലക്ഷം കുടുംബങ്ങൾക്ക് നേടിയെടുക്കാൻ 1969-70 ഞാൻ നേരത്തെ പറഞ്ഞ പാർലമെൻ്ററി പ്രവർത്തനത്തിലൂടെയും അല്ലാതെ ശക്തിയായ സമരത്തിൻ്റെയും ഭാഗമായിട്ട് നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണേണ്ടതാണ്. അങ്ങനെയെല്ലാമുള്ള മാറ്റത്തെ ഇനിയും നമുക്ക് മുമ്പോട്ടേക്ക് നയിക്കാനായാൽ, തൊഴിലില്ലായ്മ പ്രശ്നം കൂടി പരിഹരിക്കാൻ കഴിഞ്ഞാൽ, സ്ത്രീകൾക്കിടയിലും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെ, കുടുംബശ്രീ ഉൾപ്പെടെ കുറേയും കൂടി ശക്തിപ്പെടുത്തി മുമ്പോട്ടേക്ക് പോയാൽ നമുക്ക് ഒരു സംശയവും വേണ്ട, 400 കൊല്ലം മുമ്പ് രൂപപ്പെട്ട് വളർന്നു വന്ന വികസിതമായ സമൂഹത്തിൻ്റെ ഒപ്പം 75-ന് ശേഷം 57-ന് ശേഷം ഇങ്ങോട്ടേക്ക് വളർന്നു വന്ന ഈ കേരളത്തിൻ്റെ പ്രത്യേകതയിൽ നമുക്ക് അവരുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കാനാവും. ഇത് വലിയ അവകാശവാദം തന്നെയാണ്. അതായത് വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന പ്രക്രിയയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും പാർട്ടിയും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് കേരളത്തിലെ ഇന്നത്തെ 2ാം ടേം ഗവൺമെൻറ്റാണ്. ഈ 2ാം ടേം എന്നുള്ളത് 3ാം ടേമിലേക്ക് നീങ്ങുക. അതിന് പ്രാപ്തമാവുന്ന സംഘടനയും രാഷ്ട്രീയ നിലപാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തെ വികസിപ്പിക്കുക എന്നുള്ള, കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുക, കേരളത്തെ താരതമ്യം ചെയ്യാൻ സാധിക്കാതെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന, രാജ്യത്തിനും ലോകത്തിനും മാതൃകയാവുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് CPIM ലക്ഷ്യം വെക്കുന്നത്. അതിന് പാർട്ടിയെ പ്രാപ്തമാക്കുന്ന ഒരു നാഴികക്കല്ലായിരിക്കും 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ
ഈ സംസ്ഥാന സമ്മേളനം, കൊല്ലം സമ്മേളനം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ട് മാറും. ആ രീതിയിലാണ് ഞങ്ങളതിനെ കാണുന്നത്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. മറ്റൊരു കാര്യം, ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് ബൂർഷ്വാ സമൂഹമാണ്. ഇപ്പം ഗവൺമെൻറ് സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ഒന്നുമല്ല, മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഗവൺമെൻറ് തന്നെയാണ്. ഈ ഗവൺമെൻറ് മുമ്പോട്ടേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരുപാട് ജീർണത, ബൂർഷ്വാ സമ്പത്ത് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ജീർണത ഞങ്ങളുടെ പാർട്ടി സഖാക്കളെയും പാർട്ടിക്കാരെയും എല്ലാം ബാധിക്കുന്നുണ്ട്. ഈ ബാധിക്കുന്ന ഓരോന്നിനെയും തുടച്ച് കളയാൻ അല്ലെങ്കിൽ കുടഞ്ഞു കളയാൻ ഉതകുന്ന രീതിയിലുള്ള, നേരത്തെ ഞാൻ കൽക്കത്ത പ്ലീനം പറഞ്ഞതുപോലെ തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെ പാർട്ടിയെ അനുനിമിഷം പുതുക്കി പണിയേണ്ടി ആയിട്ടുണ്ട്. ഈ സമ്മേളനത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ്. വളരെ ഫലപ്രദമായ രീതിയിൽ പാർട്ടിയെ നവീകരിക്കുക. ആ നവീകരണ പ്രക്രിയയാണ് സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ ഈ നവീകരണം പാർട്ടിക്കകത്ത് കൃത്യമായ ധാരണയോടുകൂടി കൈകാര്യം ചെയ്യപ്പെടും. അതിപ്പോൾ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, താഴെ വരെ ഇടപെട്ടിട്ടുണ്ട്. ഇനിയും ഇടപെട്ടുകൊണ്ട് തന്നെ ഈ തെറ്റുതിരുത്തൽ പ്രക്രിയ മുന്നോട്ടേക്ക് നയിക്കും. അതുവഴി കൃത്യമായ ആരോഗ്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിൻ്റെ രാഷ്ട്രീയ സംഘടനാ സമീപനങ്ങളെ ശക്തിപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകും. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നവീകരണ പ്രക്രിയ പുതിയ കേഡർമാരും പഴയ പാരമ്പര്യമുള്ള കേഡർമാരും എല്ലാം ചേർന്ന് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി പാർട്ടിയെ നവീകരിച്ച് മുമ്പോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ്. ഈ സമ്മേളനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങൾ നടത്താൻ പോകുന്ന സമ്മേളനത്തിൻ്റെയും ഭാഗമായിട്ട് അങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മാധ്യമ ശൃംഖലയാണ്. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണ് പ്രതിപക്ഷം, അല്ലാണ്ട് വി ഡി സതീശനോ സുധാകരനോ അല്ലെങ്കിൽ മറ്റേ BJPയോ ഒന്നുമല്ല. കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമത്തായ റോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെല്ലാം കൂടിയതാണ്. അത് ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കാരണം സമ്മേളനങ്ങൾ ആരംഭിക്കുമ്പോൾ നിങ്ങളൊക്കെ വളരെ ശക്തിയായിട്ട് എന്തോ വലിയ കോള് കിട്ടാൻ പോവുകയാണോ എന്ന രീതിയിലാണ് ആരംഭിച്ചത്. ചില ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ അവിടെ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഉടനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വലിയ പ്രചാരവേല. പക്ഷേ പിന്നെ ജില്ലാ സമ്മേളനം വരെ ഒരു പ്രശ്നവും നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ല സംഭവം നടന്നത് എന്നാണ് നിങ്ങൾക്ക് പറയേണ്ടി വന്നത്. അതേ പദമാണ് ഉപയോഗിച്ചത് പല സ്ഥലത്തും. അത് ഈ പാർട്ടിയുടെ കരുത്ത് തന്നെയാണ്. ഈ സംസ്ഥാന സമ്മേളനവും ഞങ്ങൾ ആ കരുത്തോടു കൂടി തന്നെ, വർദ്ധിച്ച കരുത്തോടു കൂടി തന്നെ ആ സമ്മേളനവും നടത്തി മുമ്പോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ഗൗരവപൂർവ്വം ആലോചിക്കണം, ഇവിടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത നിരന്തരമായിട്ട് പ്രചരിപ്പിച്ച് നിങ്ങൾ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത്? മാധ്യമങ്ങളോടുള്ള എൻ്റെ ചോദ്യമാണ്, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? 66 നാഷണൽ ഹൈവേ ഈ ഗവൺമെൻറ് ഇല്ലെങ്കിൽ ഉണ്ടാകില്ല, നിങ്ങൾക്കറിയാലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നല്ലോ കെ-റെയിൽ സംവിധാനം. ആ കെ-റെയിലിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശക്തിയായ രീതിയിലുള്ള നിലപാടല്ലേ ഇവിടെ ഒരു ഭാഗത്ത് RSS BJP, വേറൊരു ഭാഗത്ത് UDF ഉൾപ്പെടെ എടുത്തത്. ഇപ്പോൾ വന്ദേ ഭാരതം വന്നപ്പോഴല്ലേ എല്ലാവരും പറയുന്നത് അത് വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം. അപ്പോൾ എല്ലാ വികസന പ്രവർത്തനത്തിനെയും എതിരാകുക, 100% വികസന പ്രവർത്തനത്തെ എതിർക്കുന്ന ഏതെങ്കിലും ഒരു പ്രതിപക്ഷം ലോകത്ത് എവിടെയും കണ്ടോ? ഇവിടെ ഒരു വികസനവും അംഗീകരിക്കില്ല. വികസനത്തിന് വോട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് 2ാം ടേം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ഈ വികസനവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയ തീരുമാനമാണ് എടുത്തത്. UDF അങ്ങനെ പച്ചയായിട്ട് തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം വളരെ ശക്തിയായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങളെ സഹായിക്കേണ്ട, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തിയായ രീതിയിൽ നിങ്ങളുടെ നിലപാട് വെച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷേ ന്യായമായ കാര്യങ്ങൾ ന്യായമായി അവതരിപ്പിക്കാനുള്ള മാധ്യമ ശൃംഖലയ്ക്കുള്ള ബാധ്യതയും ചുമതലയും നിങ്ങൾ ഏറ്റെടുക്കണം. മറിച്ച് പ്രതിപക്ഷത്തെ പഠിപ്പിക്കാൻ, അവരെ ഒന്ന് നയിക്കാൻ ഉള്ള ആദ്യത്തെ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ പോകേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ കൂടി ആലോചിക്കണം എന്നാണ് മാധ്യമ ശൃംഖലയുടെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്ന നിങ്ങളോട് എനിക്ക് ഈ പ്രത്യേക സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുകൊണ്ട് പാർട്ടി സമ്മേളനം ഒരു ചരിത്രപ്രസിദ്ധമായ സമ്മേളനമാക്കി മാറ്റത്തക്ക രീതിയിലുള്ള അനുബന്ധ പരിപാടികൾ, ഇനിയിപ്പോഴോ
മത്സ്യം ചൂണ്ടയിടലാണ് ഇവിടുത്തെ ഇന്നത്തെ പരിപാടി. അതെന്ന് പറഞ്ഞാൽ ഈ മത്സ്യമേഖലയെ മുഴുവൻ തകർക്കുകയാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പരമ്പരാഗത രീതിയിൽ ജനങ്ങളെ കൂടി ആകർഷിക്കത്തക്ക രീതിയിലുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ നിങ്ങളെല്ലാം പോയല്ലോ അവിടെ, ഒരു പരിപാടിയായിട്ടാണ് അത് നടത്തിയത്. 650 5 മിനിറ്റ് കൊണ്ട് 650 ഗ്രാം അല്ലേ മത്സ്യം പിടിച്ചു. ഒന്നാം സ്ഥാനം 650 ഗ്രാം പിടിച്ചതിനും അവർക്ക് മത്സ്യം അവർക്ക് തന്നെ കൊണ്ടുപോകുക, അതുപോലെ തന്നെ സമ്മാനവും കൊടുക്കും. അങ്ങനെ സമ്മാനം കൊടുക്കുന്നൊരു പരിപാടിയാണ്. ഞാൻ ഇത് പറഞ്ഞ അനുബന്ധ പരിപാടിയാണ്. 78 സെമിനാറുകൾ നടത്തി, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്, ആയിരക്കണക്കിനൊന്നുമല്ല. 78 പരിപാടി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ സ്പോർട്സ്, ഗെയിംസ്, ഇതിലൊക്കെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കൊല്ലത്ത് ജനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏതാണെന്നാണ് നിങ്ങളുടെ ധാരണ? ഇടതുപക്ഷ മനസ്സുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാണ്? പറ. നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെല്ലാം എന്നോടല്ലോ ചോദിക്കുന്നത്. ധാരണ കൊല്ലാണ്, വേറെ ഒരു ജില്ലയല്ല. ഇത്രയധികം ഇടതുപക്ഷ മനസ്സുള്ള ജനത ജീവിക്കുന്ന ഒരു നാട് കൊല്ലാണ്. ആ കൊല്ലത്തെ ഇടതുപക്ഷ മനസ്സുള്ള മുഴുവൻ മനുഷ്യരും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ ഭാഗമായിട്ട് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന CPIM-ൻ്റെയും പ്രത്യേകിച്ച് ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. പാർട്ടി എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്, സഹകരിച്ചിട്ടുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട ജനകീയ വിദ്യാഭ്യാസമാണ്. അനുബന്ധ പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ പരിപാടി നടത്തലല്ല. അനുബന്ധ പരിപാടി യഥാർത്ഥത്തിൽ ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. ആ ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ കടമ വളരെ ഫലപ്രദമായിട്ട് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലയിലും നടന്നു, ലോക്കലിൽ നടന്നു, ബ്രാഞ്ച് പോലും നടന്നു. ഇവിടെ ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി സമ്മേളനത്തിലേക്കാണ് പോകുന്നത്. വലിയ ജനകീയമായ മുന്നേറ്റത്തോടു കൂടിയാണ് പതാകയും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദീപശിഖയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എല്ലാ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയും ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാം പിന്തുണയുണ്ടാവണം എന്ന് മാധ്യമങ്ങളോടുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ചോദ്യം വേണ്ടിയില്ല ഇരിക്കുന്നു. അതെ, നമ്മളിപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഈ കൊല്ലം മേഖലയിൽ വളരെ സജീവമായിരിക്കുന്നൊരു വിഷയമാണ് ഈ ആഴക്കടൽ മണൽ ഖനനം എന്നുള്ളത്. അതിനെക്കുറിച്ച് സഖ ഒന്നും പറഞ്ഞില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ആഴക്കടൽ പൂർണ്ണമായിട്ടും ഖനനം നടത്താൻ പൂഴി മാത്രമൊന്നുമല്ല, എല്ലാം ഖനനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കുത്തക മുതലാളിമാർക്ക് നൽകി, പാട്ടത്തിന് നൽകി, കേരളത്തിൻ്റെ കാസർഗോഡിൻ്റെ അങ്ങേയറ്റം മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ട് ഇവിടെ തിരുവനന്തപുരം വരെയുള്ള എല്ലാ കടൽക്കരയും പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായതുകൊണ്ട് അത്രത്തെ ശ്രദ്ധേയമല്ലാതുകൊണ്ട് അതിന് അതിശക്തിയായ എതിരാണ് ഞങ്ങൾ, ആദ്യം മുതലേ എതിരാണ്. അതാദ്യം തന്നെ ഇവിടെ ഈ കൊല്ലത്ത് തന്നെയാണ് ഞാൻ നയിച്ച ഒരു ജാഥ ഉണ്ടായിരുന്നു CPM-ൻ്റെ. ആ ജാഥ ഇവിടെ കൊല്ലത്തെത്തിയപ്പോൾ അന്ന് ഈ പ്രശ്നം ഞങ്ങൾ ഉന്നയിച്ചതാണ്. അതിപ്പോൾ ഒരു കൊല്ലത്തിലധികമായി. അന്ന് ഉന്നയിച്ചതാണ് ഈ തെറ്റായ നിലപാടാണ്. അന്ന് ഇതിൻ്റെ കോൺക്രീറ്റ് ആയിട്ടുള്ള വിവരം പൂർണ്ണമായിട്ടും വന്നിട്ടുണ്ടായിട്ടില്ല. അതിശക്തിയായിട്ട് ഞങ്ങൾ എതിർത്തിട്ടില്ലാണ്. കേരളത്തിലെ ഗവൺമെൻറ്റും അതിശക്തിയായിട്ട് ഇതിനെതിരാണ്. പ്രമേയം പാസ്സാക്കിയിട്ടില്ല. കേരള ഗവൺമെന്റ് അത് സംബന്ധിച്ചൊരു പ്രമേയം പാസ്സാക്കിയിട്ടില്ല. അതെല്ലാം പാസ്സാക്കും, ആദ്യം ഒരിക്കൽ പേടിക്കണ്ട. ഇപ്പം നാളെ തന്നെ പ്രമേയം പാസ്സാക്കിയില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പ്രമേയം പാസ്സാക്കും ചെയ്യും പോരെ. കേരള ഇനി ഗവൺമെന്റിന്റെ പ്രമേയമില്ലായിട്ടാണ്. നവകേരള രേഖ അവതരിപ്പിച്ചപ്പോൾ അന്ന് പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു കേരയിൽ. അതെ. അപ്പോൾ ഇത്തവണ എന്താണ് ആ പദ്ധതിയിൽ നിന്ന് നോക്കാം. നമ്മളിപ്പോൾ അവതരിപ്പിച്ചിട്ട് കാര്യമില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിലെ ഈ പ്രതിപക്ഷം ഉൾപ്പെടെ അംഗീകരിക്കണ്ടേ? അവരംഗീകരിച്ചില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച് കിട്ടി, അപ്പോൾ നമ്മൾ നടപ്പിലാക്കും. മുഖ്യമന്ത്രി തന്നെയായിരിക്കും അതിന്റെ റിവ്യൂ അവതരിപ്പിക്കുന്നതും. മുഖ്യമന്ത്രി തന്നെയാണ് അവതരിപ്പിക്കുന്നത്, ഈ രേഖ അവതരിപ്പിക്കുന്നത്. ഇത് റിവ്യൂ മാത്രമല്ല, അതാ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് നിങ്ങളോട്. ഇതിനെ ഒരു ഭൂതകാലം, അതിൻ്റെ വർത്തമാനം, അതിൻ്റെ ഭാവി, ത്രികാല ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമഗ്രമായ ഒരു പുതു കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ രേഖയാണ്. ആ രേഖ മുഖ്യമന്ത്രി തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അവസാനിപ്പിക്കാം അല്ലേ? ഈ സമ്മേളനത്തിൽ ഇവിടെ
ആ പറഞ്ഞു. സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഇല്ല, വർദ്ധിപ്പിക്കുന്നില്ല. ഈ പ്രായപരിധി മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നുണ്ടോ? ഇളവ് നൽകുമോ? കർശനമാക്കുന്നുണ്ട്, അംഗസംഖ്യ വർദ്ധിപ്പിക്കില്ല. മുഖ്യമന്ത്രി ഇപ്പൊ തന്നെ ഇളവുണ്ടല്ലോ. നോക്കാം, നമുക്ക് അതൊക്കെ നോക്കാം. ആ ഏത് ടെക്നോളജിയാ നോക്കാം നമുക്ക്. നമ്മൾ ഒരു ടെക്നോളജിക്കും എതിരല്ലല്ലോ. ഏതാണോ പുതിയ പുതിയ ടെക്നോളജി അത് അതനുസരിച്ചിട്ട് നമുക്ക് കേരളയിൽ ഉണ്ടാക്കാം, പോരെ. പക്ഷേ അതിന് കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്മതം വേണം. സമ്മതം തരാതെ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ശ്രീധരൻ ഒരു പരിപാടിയായിട്ട് വരുന്നുണ്ട്. ഒരു കാര്യം ഇപ്പം കേരളം അംഗീകരിച്ചിട്ടുണ്ട്. കേരളത്തിന് ഇന്നത്തെ ഈ റെയിൽ പോരാ. നമ്മൾ കേരളിൻ്റെ ഭാഗമായിട്ട് 39 വണ്ടിയാണ് ഉദ്ദേശിച്ചിരുന്നത്. 39 വണ്ടി കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടും, 39 വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ടും. 20 മണിക്കൂർ ഇടവിട്ട് എവിടെ പോയി നിന്നാലും ട്രെയിൻ കിട്ടുന്നതായിരുന്നു അവസ്ഥ. അതാ 20 മിനിറ്റായിരുന്നു. ആ 20 മിനിറ്റിൻ്റെ വ്യത്യാസത്തിന് എവിടെ പോയാലും ഒരു ചായ കുടിച്ച് അവിടെ ട്രാക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ട്രെയിൻ കിട്ടും. ഓ, അവിടെ എടുത്തുമ്പോൾ വണ്ടി പോയല്ലേ, ഓ പോയി, എന്നാൽ ശരി, ഒരു ചായ കുടിച്ചാളിയാ എന്ന് വിചാരിച്ചിട്ട് ചായ കുടിച്ചാൽ മതി, അപ്പോൾ രണ്ടാമത്തെ ട്രെയിൻ വരും. അങ്ങനെയായിരുന്നു കാഴ്ചപ്പാടുണ്ടായിരുന്നത്. അതിനെയാണ് ഈ ഒരു വികസനവും നടത്താൻ പറ്റില്ല എന്നുള്ള ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാതെ പ്രതിപക്ഷം ഇവിടെ നിലപാട് സ്വീകരിച്ചത്. ഒന്നാം ടേം ഇടതുപക്ഷ സർക്കാർ, രണ്ടാം ടേം ആയപ്പോൾ പിണറായി സർക്കാരായി. മൂന്നാം ടേം എന്തായിരിക്കും? ആ മൂന്നാമത്തെ ടേം വന്നതിൽ അപ്പോൾ നമ്മൾ തീരുമാനിക്കാം ആരായിരിക്കും, എന്തായിരിക്കും. അഡ്വാൻസ് ആയിട്ട് ചോദ്യം ചോദിക്കുക, അഡ്വാൻസ് ആയിട്ട് ഉത്തരം പറയുക. രണ്ടും തെറ്റാണ്. ചോദിക്കുന്നതും തെറ്റ്, പറയുന്നതും തെറ്റ്. എന്തിനാ പിന്നെ അങ്ങനെ ചോദിച്ച് ഉത്തരം പറയേണ്ട കാര്യം? ഗവൺമെൻറ് അതിപ്പോൾ UDF ആണ് ആലോചിച്ചുകൊണ്ട്. ഞങ്ങൾ 5 മുഖ്യമന്ത്രിമാർ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. ലീഗിൻ്റെ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. അങ്ങനെ 6 മുഖ്യമന്ത്രിമാർ കളിക്കുക ഇവിടെ കേരളത്തിൽ. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ പറ്റി ഒരു ഉത്കണ്ഠയില്ല കേട്ടാ. ഇവിടെ VD സതീശനുണ്ട്, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുണ്ട്, പിന്നെ മുരളിയുണ്ട്. അവസാനം ഇവരെല്ലാം കുഴപ്പമൊടിയാകുമ്പോൾ അവിടുന്ന് ഞാൻ വരാമെന്ന് വിചാരിച്ചിട്ട് വേണുഗോപാലുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നിങ്ങളെല്ലാം കുഴപ്പമാകുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ലാണ്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട്. ഇതെല്ലാം മുഖ്യമന്ത്രിമാരുടെ ഒരുപാട് പേരാണ്. അങ്ങനെയൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇലക്ഷൻ 2026 മെയ് മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണഞ്ചിപ്പിക്കുന്ന വിജയത്തോടുകൂടി വീണ്ടും തിരിച്ചു വരും. രണ്ടാം ടേം വരില്ല എന്ന് നിങ്ങളെല്ലാം പറഞ്ഞാണ് എന്നിട്ട് വന്നിട്ടുണ്ട്. ഇനി മൂന്നാം ടേമും വരില്ല എന്ന് നിങ്ങളെല്ലാം പറയും, എന്നാലും വരും. ഒരു സംശയമില്ല. അതൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് പരിശോധിച്ചിട്ടുള്ളതാണ്. അതിപ്പോൾ അതിൻ്റെ റിവ്യൂ മുഴുവൻ ഇവിടെ പറയാൻ എന്തെങ്കിലും സാധിക്കില്ല. അത് ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത്രയും കണ്ടാൽ മതി. അത് മാത്രമല്ല, ഞങ്ങൾ കേരളത്തിൽ അതിശക്തിയായി വിജയിക്കുമ്പോഴും 123 മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം UDFന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 123 മണ്ഡലത്തിൽ. ആ മണ്ഡലം വെച്ചിട്ട് ഞങ്ങളുടെ കണക്കൂട്ടി പറഞ്ഞത് ഇനി പിണറായി വിജയൻ്റെ അവസാനമായിരുന്നു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 99 സീറ്റാണ് ജയിച്ചത്. ഇപ്രാവശ്യം 111 ഉള്ളൂ. 123 ഇല്ല, 111 ഉള്ളൂ അവർക്ക് ഭൂരിപക്ഷം. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയമാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അടവ് നയത്തിൻ്റെ ഭാഗമായിട്ടൊരു പരിമിതിയാണ്. അത് ഇവിടെ ഉണ്ട് എന്നുള്ള സത്യം. അത് ഇവിടെ കൊല്ലത്ത് മാത്രമല്ല, കണ്ണൂർ പോലെ കാസർഗോഡ് പോലുള്ള ജയിക്കുന്ന മണ്ഡലങ്ങൾ തന്നെ നമ്മൾ ദൂരില്ലേ. അത് അങ്ങനെ കണ്ടാൽ മതി. ഈ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി BJP അവരുടെ ജില്ലാ കമ്മിറ്റികളൊക്കെ രണ്ടാക്കി. ഈ കൊല്ലത്ത് തന്നെ 2 ജില്ലാ കമ്മിറ്റികൾ, 2 ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. അതിലേക്ക് CPIM ആ നിലയിലേക്ക് ആലോചിക്കുന്നു? ഇല്ല, CPI ഞങ്ങൾ അങ്ങനെ പോകേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ജില്ലാടിസ്ഥാനത്തിലുള്ള കമ്മിറ്റികളുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഏരിയ കമ്മിറ്റികളും അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് ഉണ്ട്. പിന്നെ എന്തിനാ ഞങ്ങൾ ഓരോ പ്രാവശ്യം ജില്ലേനെ വിഭജിക്കേണ്ട കാര്യം എന്നുള്ളത്? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ബ്രാഞ്ചിൻ്റെ എണ്ണം, ലോക്കലിൻ്റെ എണ്ണം, ഏരിയ കമ്മിറ്റീൻ്റെ എണ്ണം, അതിൻ്റെ തുടർച്ചയായിട്ടാണ് ജില്ലാ കമ്മിറ്റികളുള്ളത്. ജില്ല തന്നെയാണ് നമ്മളുള്ള ജില്ല, എല്ലാ ജില്ലയാണ്. അത് ഇപ്പോൾ BJP എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് മാറ്റാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പണ്ട് മുതലേ RSSന് പല ജില്ലയാണ്. കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് കാസർഗോഡും അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് മംഗലാപുരെല്ലാം കൂടി ചേർന്നിട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗം. അങ്ങനെയൊക്കെ അവർ കൈകാര്യം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ നിലപാട് അങ്ങനെയല്ല. ആ
ചോദ്യം എത്ര വേണം ചോദിക്കാൻ അനുവാദം? പാർട്ടി അംഗങ്ങളുടെ വളർച്ചയുടെ ഒരു കണക്ക് സഖാവ് പറഞ്ഞായിരുന്നു. നമ്പറിന്റെ നമ്പർ പറഞ്ഞായിരുന്നു. അതിൽ ഏതെങ്കിലും ജില്ലയിൽ കുറവ് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ? അങ്ങനെ ഒന്നും കണക്കൊന്നും പറയേണ്ട കാര്യമില്ല. വേണ്ട, പറയണ്ട. പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ പറയുന്നതിന് വിഷമൊന്നുമില്ല, അതിന് രഹസ്യമൊന്നുമില്ല ഇതിനകത്ത്. അത് വേണമെങ്കിൽ സമ്മേളനത്തിന്റെ ഘട്ടം വരുമ്പോൾ പറയാം. നിങ്ങളെല്ലാം ഉണ്ടല്ലോ. അതൊക്കെ അന്നേരം തീരുമാനിക്കാം. ഇപ്പോൾ ഓരോന്നിനും ഒരുപോലെയല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഡിബേറ്റ് ചെയ്യേണ്ടുന്ന ഇപ്പോൾ സനാതനധർമ്മം സംബന്ധിച്ചുള്ളൊരു ചർച്ച, ആ ചർച്ചയിൽ സനാതനധർമ്മത്തിൻ്റെ വക്താക്കളും കൂടി വരുന്നതല്ലേ നല്ലത് ചർച്ച ചെയ്യാൻ. സനാതനധർമ്മം ഒന്നിപ്പം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. എവിടെയായിരുന്നു ഈ കാലം? ഏത് കാലത്തെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്? ഈ സനാതനധർമ്മം ഉണ്ടായ കാലം ഏതാ? നല്ലപോലെ ഞങ്ങൾക്ക് പറയാനറിയാം കാലം ഏതാണെന്ന്. അത് EMS പറഞ്ഞാണ് ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥ. ആ നാടുവാഴി വ്യവസ്ഥയിലെ മനുസ്മൃതി എന്ന് പറയുന്നത് ജാതി ശ്രേണിയിലെ ഓരോ വിഭാഗവും നിൽക്കേണ്ടുന്ന അടിയും അതുപോലെ തന്നെ ദൂരവും കണക്കാക്കുന്നതാണ്. തൊടാൻ പാടില്ല, തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, കണ്ടുകൂടാ, നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂടാ. ഇതാണ് അടിമതുല്യമായി ജീവിച്ച ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ഭാഗമായി ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ബ്രാഹ്മണ മേധാവിത്വം നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് ഈ പറയുന്ന സനാതനം എന്ന് പറയുന്ന നടക്കുന്ന ധർമ്മം. അത് ബ്രാഹ്മണന് വേണ്ടിയാണ്. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ 4 വർണ്ണം അറിയാലോ എല്ലായിരിക്കും. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യര്, ശൂദ്രര്. കേരളത്തിലാണെങ്കിൽ ഒന്നേ ഉള്ളൂ കാര്യമായിട്ട്, അത് ബ്രാഹ്മണരാണ്. പിന്നെയുള്ള ശൂദ്രരേ ഉള്ളൂ. ഈ 4 വർണ്ണം. അതിനിടയിലുള്ള 2 ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ കാര്യമായിട്ട് കേരളത്തിലില്ല. ബാക്കി മുഴുവൻ ആളുകളും വർണ്ണമില്ല. ഈ വർണ്ണമില്ലാത്തവരാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും വളരെ കൂടുതൽ ആളുകൾ. ആ വർണ്ണമില്ലാതെ മുഴുവൻ മനുഷ്യന്മാരാണ് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനുഭവിച്ചത്. ഏതാണ്ട് 85% വരും. ഹിന്ദു ജനസംഖ്യയിലെ 85% വർണ്ണമുള്ളവരല്ല. അതിൽ പിന്നോക്കക്കാരനും OEC-കാരൻ, OBC-കാരൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും വർണ്ണമുള്ളവരല്ല, അതല്ല അവർണ്ണരാണ്. വർണ്ണമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മാതിരിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവരെ കൂടി ഇരുത്തി വളരെ ഫലപ്രദമായി ആരോഗ്യകരമായി ചർച്ച നടത്തുന്നതിൽ എന്താ കുഴപ്പം? അത് ആ രീതിയിൽ അവതരിപ്പിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സുനിൽ P. ഇടയളത്തെ പോലുള്ള ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? അത് ചോദ്യം മനസ്സിലായിട്ട് ഞാൻ ഇത്രയും വിശദീകരിച്ചു. അതെല്ലാം ശക്തിയായിട്ട് എതിർത്ത് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ബോധം രൂപപ്പെടുത്തണം. അപ്പോൾ ആ പൊതുബോധം രൂപപ്പെടുത്താനുള്ള ഫലപ്രദമായ ഇടപെടൽ വേണം. അതെല്ലാ വർഗ്ഗ സംഘടനയിലും വേണം, പാർട്ടിയിൽ ഉടനീളം വേണം. അതിൽ പ്രത്യേകിച്ച് മഹിളാ മേഖല വേണം, യുവജനം വേണം, വിദ്യാർത്ഥി വേണം, ഇവരൊക്കെ വേണം. എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള അതിശക്തിയായിട്ടുള്ളൊരു ഇടപെടൽ, ജനകീയ മുന്നേറ്റം ഉണ്ടാക്കണം. അത് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് എല്ലാവരും ചേരണം. പിന്നെന്താ സംശയം? ഞങ്ങൾ പാർട്ടി മെമ്പർമാർ കുടിക്കാൻ പാടില്ല എന്ന് ഉറപ്പല്ലേ? ഭരണഘടനാപരമായിട്ട് തന്നെ പറയുന്നുണ്ട് മദ്യപിക്കാൻ പാടില്ല. ഏതെങ്കിലും മദ്യപിക്കുന്നത് നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ അപ്പോൾ പുറത്താക്കും. CPI-ക്കാരാൾ പറഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇപ്പം പറഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാം ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തുള്ളി കഴിച്ചില്ലല്ലോ. അങ്ങനെ പറയാൻ കഴിയുന്ന എത്ര ആളുണ്ട്? മദ്യപിക്കൂല, സിഗരറ്റ് വലിക്കില്ല, അങ്ങനെ വലിക്കാൻ പാടില്ല എന്ന ദാർശനികമായ ധാരണയിൽ നിന്ന് വന്നവരാ ഞങ്ങളെല്ലാം. ബാലസംഘത്തിലും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും വരുമ്പോൾ ആദ്യത്തെ പ്രതിജ്ഞ വ്യക്തി ജീവിതത്തിൽ ഇമാതിരിയുള്ള മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കി കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ തുടർന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ചേർത്തുകൊണ്ടാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അല്ലാണ്ടല്ല. അഭിമാനത്തോട് തന്നെ പറയാം. ആ ഷാപ്പ് കണ്ട് ഈ ഷാപ്പ് കണ്ട് പറയാനില്ലല്ലോ ഒരാൾ ഉണ്ടോ? ലോകത്തോടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളെ ഈ സമ്മേളനത്തോടല്ല ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരുള്ള നാടാണ് ഈ കേരളം. അപ്പോൾ മദ്യപാനത്തെ അതിശക്തിയായിട്ട് എതിർക്കുക, സംഘടനാപരമായ പ്രശ്നമാക്കിയിട്ട് നടപടിയെടുത്ത് പുറത്താക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ തിരുത്തിക്കുക. ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കും. അതെല്ലാം ഉണ്ടാവും. അതൊക്കെ കൂടിച്ചേർന്നതാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ധാരണ ഉണ്ടാവേണ്ടിയാണ് കുട്ടികൾക്ക്. അതില്ലാതാക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, അതിലേ ഇനി ചോദ്യം ഇല്ലല്ലോ. പിന്നെ വഴിക്ക് വെച്ച് അവസാനിപ്പിച്ചു എന്ന് പറയണ്ട.